അതാണ് ഇഖ്ലാസുള്ള നിയ്യത്ത്. അതാണ് ഇഖ്ലാസുള്ള നിയ്യത്ത്. നാട്ടുകാർ മനസ്സിലാക്കണം. തീർച്ച ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്, പണ്ഡിതന്മാരെ കൂട്ടിക്കൊടുത്ത് തന്റെ വഹദാനിയത്ത് ഖുർആനും സുന്നത്തും അനുസരിച്ച് പറയിപ്പിക്കുന്നത് നാട്ടുകാരെ മൊത്തത്തിൽ ഹോൾസെയിലായിട്ട് നന്നാക്കേണ്ട നിയ്യത്ത് കൂടി ഒന്നല്ല. അത് നടക്കൂല എന്നറിയാം. 950 കൊല്ലം മെനക്കെട്ടിട്ട് കക്ഷിക്ക് 71 പേരെ കിട്ടിയിട്ടുള്ളൂ. എന്നിട്ടല്ല പിന്നെ മുജാഹിദ് യൂണിറ്റ് പൊളിച്ചെടുത്ത ആയിരക്കണക്കിന് ആളെയും കൊണ്ടുപോകാൻ അങ്ങനൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നാളെ ആഖിറത്തിൽ എത്തിയിട്ട് നിനക്ക് ഞാനൊരു പുരുഷായുസ് ജീവിതം തന്നിട്ടില്ലേ? ആ ജീവിതത്തെ നീ എന്തു ചെയ്തു? നിനക്ക് മുന്നറിയിപ്പ് നൽകുന്ന ആൾ വന്നിട്ടില്ലേ? ആ സമയത്ത് എന്റെ വഹദാനിയത്ത് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? ആ സമയത്ത് ഇല്ല എന്ന് പറയാൻ ഈ പഠിക്കൽ പ്രദേശത്തൊരൊറ്റ കുട്ടിക്കും നാളെ ആഖിറത്തിൽ സാധിക്കൂല. ദുനിയാവിൽ നിങ്ങൾ എന്തോ കളി കളിച്ചോ, പ്രശ്നമില്ല. നാളെ ആഖിറത്തിൽ വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം. എന്റെ വഹദാനിയത്തിന്റെ ശബ്ദം നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ പഠിക്കലുള്ള ഒരു ആണിനോ പെണ്ണിനോ ആലിമിനോ മുത്തഅല്ലിമിനോ ഇമാമിനോ മൗമൂമിനോ ഒരാൾക്കും നിന്റെ വഹദാനിയത്ത് ഇങ്ങനെ ഞങ്ങൾ കേട്ടിട്ടില്ല, ഞങ്ങൾ കേട്ടത് വെറും നിന്റെ ഒന്നിച്ചുള്ള മറ്റുള്ള ആൾക്കാരെ പറ്റിയാണ് എന്ന് വല്ലാഹി പഠിക്കക്കാർക്ക് പറയാൻ നാളെ സാധിക്കാൻ പാടില്ല. ഇതും കൂടി ഞങ്ങളുടെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ്. ഒപ്പം പറഞ്ഞ് 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 ഒരു ദിവസം നമ്മുടെ കൽബിൽ ഇറക്കുക. നിങ്ങൾ ഫിറൗന്റെ അടുത്തേക്ക് പോ, നിങ്ങൾ ഫിറൗന്റെ അടുത്തേക്ക് പോ. എന്നിട്ട് അവനോട് പോയിട്ട് പറ, നിങ്ങൾ മയമായ രീതിയിൽ എന്നെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കും. ചിലപ്പോ അവൻ ചിന്തിച്ചേക്കും, ചിലപ്പോ അവൻ ഭയപ്പെട്ടേക്കും. അവൻ നിങ്ങൾ നോക്കണ്ട, അവൻ ചിന്തിക്കുന്നുണ്ടോ, ഭയപ്പെടുന്നുണ്ടോ, നാട്ടുകാരെല്ലാം സമ്മതിക്കുന്നുണ്ടോ, നാട്ടുകാരെല്ലാം വഹദാനി തങ്ങിയിരിക്കുന്നുണ്ടോ, മുവഹിദാകുന്നുണ്ടോ, അവരെല്ലാം ജാറത്തിന്റെ പിന്നാലെ പോവുകയാണോ, ഇതൊന്നും നീ നോക്കണ്ട. നിന്റെ ഉത്തരവാദിത്തം എന്താണ്? അള്ളാന്റെ വഹദാനിയത്ത് മാനമായ രീതിയിൽ പറഞ്ഞു കൊടുക്കലാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതാണ്. നാട്ടുകാർ എന്ത് ചെയ്തു, എങ്ങനെ പ്രതികരിച്ചു, എങ്ങനെ ഒന്നും നമ്മൾ നോക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ നാം നമ്മുടെ ഈമാൻ ശരിയാക്കാൻ നമ്മുടെ ബാധ്യതയാണ്. നാട്ടുകാർ ഈമാൻ ശരിയാക്കാൻ നമ്മുടെ ബാധ്യതപ്പെട്ടതല്ല, നമ്മുടെ പൊതു ഉത്തരവാദിത്തമാണ് അവർക്ക് കാര്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. പക്ഷെ ബാധ്യത നമ്മുടെ ഈമാൻ ശരിയാക്കല. ഈ പറയുന്ന എന്റെ ഈമാൻ സഹിയാവല, ഈ കേൾക്കുന്ന നിങ്ങളെ ഈമാൻ സഹിയാല. അതുകൊണ്ട് പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ തോന്നിപ്പോകരുത് നാട്ടുകാർക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കാനാണ് ഈ പരിപാടി വെച്ചത് എന്ന്. തീർച്ച നാളെ ആഖിറത്തിൽ ഒന്നും കിട്ടൂല. പിന്നെ എന്തിനാണ് ഈ പരിപാടി വെച്ചത്? നമ്മുടെ ഈമാൻ ശരിയാവണം. ആ കെയർ ഓഫിൽ നാട്ടുകാർക്ക് കാര്യം മനസ്സിലാകുകയും ചെയ്യണം. അതാണ് ഇഖ്ലാസുള്ള നിയ്യത്ത്. അതാണ് ഇഖ്ലാസുള്ള